ജനങ്ങളാണ് MLA തിരഞ്ഞെടുക്കുന്നത്. ജനങ്ങളുടെ ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധികൾ കൂടുന്ന ഭൂരിപക്ഷ അഭിപ്രായമാണ് MLA തിരഞ്ഞെടുക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ 3 നേതാക്കളുടെ പേരാണ് ഉയർന്നു വന്നത്. അവർക്കെല്ലാം അർഹതയുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ശ്രീ KC വേണുഗോപാലാണ്. കാരണം കഴിഞ്ഞ 5 വർഷം മുമ്പ് 2021 പരാജയപ്പെട്ടപ്പോൾ കേരളത്തിലൊരു പുതിയ നേതൃത്വത്തെ അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ്. ഹൈക്കമാൻഡാണ് പറയുന്നത്. ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ശ്രീ KC വേണുഗോപാൽ തന്നെയാണ്. പ്രതിപക്ഷ നേതാവായി ശ്രീ VD സതീശനെയും KPC പ്രസിഡൻ്റായി ശ്രീ K സുധാകരനെയും അദ്ദേഹം ഹൈക്കമാൻഡിൻ്റെ സപ്പോർട്ടുകൂടി അദ്ദേഹം കേരളത്തിൽ അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശവും അദ്ദേഹത്തിൻ്റെ നേതൃത്വപരമായിട്ടുള്ള എല്ലാ എഫർട്ടും എടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരു ലീഡർഷിപ്പ് ഇവിടെ കൊണ്ടുവന്നത്. അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നടന്നു. പാർലമെൻറ്റ് ഇലക്ഷന് നല്ലൊരു വിജയമുണ്ടായി. പാർലമെൻറ്റ് ഇലക്ഷനിലെ സ്ഥാനാർത്ഥിയായാലും മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തത് അദ്ദേഹമാണ്. അത് കഴിഞ്ഞതിന് ശേഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വാർഡ് തലത്തിൽ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുണ്ടായി. AICC ചരിത്രത്തിലാദ്യമായിട്ടാണ് തദ്ദേശ സ്വയംഭരണത്തിൽ ഇത്രയും വിജയമുണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുതന്നെയാണ്. കേരളത്തിൽ ഒരു പരാതിയുമില്ലാതെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. ഈ മാധ്യമങ്ങളിൽ നിങ്ങൾക്ക് അന്ന് കൊണ്ടുവന്ന വാർത്തകളൊന്നും അല്ലായിരുന്നു. ഒരു പരാതിയുമില്ലാതെ ചെറിയ പ്രശ്നങ്ങളുള്ളത് ഒരു തലോടൽ കൊണ്ട് അദ്ദേഹം അതെല്ലാം പരിഹരിച്ചു. കേരളത്തിൽ നിർത്തിയ UDFൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളിൽ മോശമെന്ന് പറയാവുന്ന ഒരു സ്ഥാനാർത്ഥിയില്ലായിരുന്നു. അങ്ങനെയാണ് ഈ വിജയം ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം MLAമാരാണ് അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് സാധ്യതയുണ്ട്. രമേശ് ചെന്നിത്തല സീനിയാരിറ്റിയുള്ള ആളാണ്. VD സതീശൻ അദ്ദേഹം 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ്, കഴിവ് തെളിയിച്ച ആളാണ്. ഇതിലൊന്നും നമുക്ക് അഭിപ്രായത്തില്ല. പക്ഷേ MLAമാരുടെ ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ചായിരിക്കും AICC ഒരു ചർച്ച നടത്തും. അങ്ങയുടെ വ്യക്തിപരമായ പിന്തുണ KCക്കാണ്. അല്ല, എനിക്ക് പിന്തുണ എൻ്റെ പിന്തുണ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ അദ്ദേഹമായിട്ടാണ് കാലങ്ങളായിട്ട് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. മാത്രമല്ല തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷങ്ങളിൽ ചടയമംഗലത്ത് വന്നൊരു വലിയ പ്രചരണം, ഒരു 1000ഓളം ആളുകളെ 20-22 കിലോമീറ്റർ ദൂരം ഒരു റോഡ് ഷോ ആയിട്ട് കൊണ്ടുവന്ന ഒരു പ്രചരണത്തിൻ്റെ കലാശക്കൊട്ട് അദ്ദേഹം നടത്തിയത് എനിക്ക് വലിയ പ്രചോദനം ചെയ്യും.